എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം, സ്ത്രീ സുരക്ഷാ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതായിരുന്നു. 35 മുതൽ 60 വയസ്സുവരെയുള്ള BPL, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ സഹായങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായത്തിൽ ഇതിനകം തന്നെ 15 ലക്ഷത്തോളം ആളുകൾ അംഗങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. 20 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതിനകം എത്തിയിട്ടുള്ളത്. ഈ ഒരു വിതരണം ഫെബ്രുവരി മുതലാണ് ആരംഭിച്ചത്. ഫെബ്രുവരിയിലെ ആദ്യ ഗഡുവും മാർച്ചിൽ 2ാം ഗഡുവും വിതരണം ചെയ്തു. ഇനി 3ാം ഗഡുവായിട്ടുള്ള ഏപ്രിൽ മാസത്തെ വിതരണത്തിന് കാത്തിരിക്കുമ്പോൾ മുൻ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 20ാം തീയതിക്ക് ശേഷവും 27ാം തീയതിയായിട്ടും വിതരണ നടപടികൾ ആരംഭിച്ചില്ല. ഇന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ ഓർഡറുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇലക്ഷന് മുമ്പായതുകൊണ്ട് തന്നെ 15ാം തീയതിയോടുകൂടി ആദ്യ വിതരണം 11ാം തീയതിയും പിന്നീട് അതിനു സമാനമായി 10ാം തീയതിക്ക് ശേഷം തന്നെ 2ാം ഗഡുവും വിതരണം നടന്നു. എന്നാൽ ഇലക്ഷന് ശേഷം ഇപ്പോൾ 27ാം തീയതിയായും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 വിതരണം നടന്നിട്ടില്ല. ഏപ്രിൽ മാസത്തിലെ 1000 വിതരണത്തിന് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഇനി ഈ മാസം അവശേഷിക്കുന്നത് കേവലം 4 ദിവസങ്ങൾ മാത്രമാണ്. ഇന്ന് ഓർഡർ വന്നെങ്കിലേ നാളെയെങ്കിലും വിതരണം ആരംഭിക്കാനായിരുന്നുള്ളൂ. ഇനി നാളെയും ആ ഒരു തുക വിതരണത്തിന് സാധ്യത കുറവാണ്. ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. അത് നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ, ഓഫീസാണ് പറയും. ഹലോ, സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഓർഡർ വല്ലതും വന്നോ ചോദിക്കാൻ? ഇതൊരു ഓർഡർ വന്നിട്ടില്ല. ഇല്ലല്ലേ, ഈ മാസം ഉണ്ടാവൂലേ? അത് ഓർഡർ വരുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. കൃത്യമായിട്ടൊരു ഉറപ്പ് അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസുമായിട്ട് നിന്ന് ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു മാസത്തെ തുക ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18 മാസത്തെ കുടിശ്ശികയിൽ 5 മാസത്തേത് മാത്രമാണ് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്തത്. അപ്പോൾ ഈ മാസത്തെ ഒരു മാസത്തെ 1600 ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ മാസം ഇല്ല എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ മാസത്തിലേത് നേരത്തെ ലഭിച്ചത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കില്ല. ഇനി മെയ് മാസത്തിൽ 20ാം തീയതിക്ക് ശേഷം 25ഓട് കൂടിയിട്ടാണ് ആ ഒരു തുക വിതരണം ഉണ്ടാകുക. അതിനു മുമ്പ് നമുക്ക് പുതിയ സർക്കാർ, LDF ആയാലും UDF ആയാലും പുതിയ ഒരു സർക്കാർ ആയിരിക്കും അധികാരത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സർക്കാരിന്റെ ആദ്യ മാസത്തെ പെൻഷൻ വിതരണമായിരിക്കും മെയ് മാസത്തിൽ ഉണ്ടാകുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ. ബൈ.